ടെലിഗ്രാം വാട്സപ്പ് അക്കൗണ്ടുകൾ വഴി ചാവേർ ആക്രമണത്തിന് അതിനായി ഈ ഭീകര സംഘടനകൾക്കായി ട്രെയിനിങ് കൊടുക്കുന്ന ഒരു ഗ്രൂപ്പ്. ഈ ഒരു ഗ്രൂപ്പിനെയാണ് മധ്യപ്രദേശ് ആൻറ്റി ടെററിസം സ്ക്വാഡ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇത്തരത്തിലുള്ള ഒരു ഭീകര പ്രവർത്തനത്തിൻ്റെ അവരുടെ മിഷൻ എന്ന് പറയുന്നത് മിഷൻ 2047 ആകുമ്പോഴേക്കും ഈ ഒരു രാജ്യം, നമ്മുടെ രാജ്യം മുസ്ലിം രാജ്യമാക്കി പിടിച്ചെടുക്കുമെന്ന്. ഈ ഒരു മിഷൻ 2047 ഇതിനെ തടയിടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഒരു ഓപ്പറേഷൻ നടത്തിയിരിക്കുന്നത്. ഇത് കേട്ടിട്ട് സാർ എന്താണ് അഭിപ്രായം പറയുന്നത്? ഇതിൻ്റെ ആ ഒരു നീക്കുപോക്കങ്ങൾ എവിടെയൊക്കെ ഉണ്ടായിരിക്കും ഈ ഒരു ടെററിസം സ്ക്വാഡിൻ്റെ ആളുകൾ? അല്ല, അതിന് 2047 ഒരു വിഷൻ 2024 എന്ന് പറയുന്നൊരു വലിയൊരു വിഷൻ ഭാരത സർക്കാരിന് എടുത്തിട്ടുണ്ട്. സമാനമായിട്ട് ഇസ്ലാമിക തീവ്രവാദികൾ എടുത്തിട്ടുണ്ട്. ഇസ്ലാമിക തീവ്രവാദികളുടെ ആത്യന്തികമായിരിക്കുന്ന ലക്ഷ്യം ഭാരതത്തെ പോലെയുള്ള ഒരു രാജ്യത്തിനെ ടോട്ടൽ ഇസ്ലാമികവൽക്കരിക്കുക എന്നുള്ളതാണ് ഒരു ടാർഗറ്റ്. അതാണ്. അത് സത്യം നടക്കാൻ വേണ്ടി പോകുന്നില്ല. കാരണം പലതരത്തിൽ അവർ പരിശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ഇപ്പോൾ കേരളത്തിൽ തന്നെ വളരെ പെട്ടെന്ന്, കാരണം മുസ്ലിം ജനവിഭാഗങ്ങൾ പ്രധാനമായിട്ട് അതിനകത്ത് ജാതിയുണ്ട്. ഈ ജാതി ചർച്ച ചെയ്യപ്പെടണം. മുസ്ലിങ്ങൾ വരേണ്യവർഗവും മുസ്ലിങ്ങൾ പിന്നാക്ക സമുദായക്കാരുണ്ട്. വരേണ്യവർഗത്തിൻ്റെ പ്രസ്ഥാനമായിരിക്കുന്ന മുസ്ലിം ലീഗ്, പിന്നാക്ക സമുദായത്തിൻ്റെ പ്രസ്ഥാനമായിരിക്കുന്ന വേറെ ആളുകൾ. ഈ രണ്ടുപേരും തമ്മിൽ ഒന്നിച്ചു വരുന്നു എന്നുള്ളതാണ് എനിക്ക് പലപ്പോഴും മുസ്ലിങ്ങളോട് പറയാനുള്ള. സാധാരണ മുസ്ലിങ്ങൾക്ക് അവർക്ക് ഈ പറയുന്ന 2047 എന്ന് പറയുന്നത് അവർ ദുരന്തത്തിൻ്റെ കഥയായിരിക്കും അവർക്ക് ഉണ്ടാവാൻ വേണ്ടി പോകുന്നത്. അതിന് കാരണം എന്താ വെച്ചെങ്കിൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ കൊല ചെയ്യപ്പെടുന്ന ആളുകൾ ആരാ? അത് മുസ്ലിം ജനവിഭാഗങ്ങളാണ്. എന്താ കാരണം? മുസ്ലിങ്ങൾ ആരെ കൊലപ്പെടുത്തുക? ഇപ്പോൾ ഇറാനായിട്ട് അമേരിക്കയായിട്ട് യുദ്ധം ഉണ്ടായി. ആ യുദ്ധത്തിൽ അമേരിക്ക ഇറാനിലേക്ക് ആക്രമിക്കുന്നു. അവിടെ ആരാ മരിക്കുന്നത്? ഷിയകളായിരിക്കുന്ന മുസ്ലിങ്ങളും മരിക്കുന്നു. ഇവരാരെ ആക്രമിക്കുന്നു? ഇവർ UAE ആക്രമിക്കുന്നു. UAEയിൽ ആരാ ഉള്ളത്? സുന്നികളായിരിക്കുന്ന മുസ്ലിങ്ങളാണ്. ആ സുന്നികളായിരിക്കുന്ന മുസ്ലിങ്ങൾ മരിക്കുന്നു. എന്ന് വെച്ചാൽ ഏതെങ്കിലും സ്ഥലങ്ങളിൽ സംഘർഷം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ സംഘർഷത്തിലെല്ലാം കൊല ചെയ്യപ്പെടുന്ന മുസ്ലിങ്ങളാണ്. ഇവർക്ക് വേണമെങ്കിൽ 6, 7, 8 വേണമെങ്കിൽ പ്രസവിക്കാം. സ്ത്രീകൾക്ക് ഇഷ്ടം പോലെ കുട്ടികളുണ്ടാക്കാം. നെല്ലിക്കാക്കോട്ട മറിഞ്ഞ മാതിരിയാ. എറണാകുളം ജില്ലയിൽ അടക്കമുള്ള പല വീടുകളിലും കുട്ടികളും മുസ്ലിം കുടുംബങ്ങളിൽ കുട്ടികൾ 7 കുട്ടികൾ വരെയുണ്ട്. പക്ഷെ ആരാണ് ഈ കുട്ടികളെ സംരക്ഷിക്കുക? ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിൽ തന്നെ ഈ പറയുന്ന മുസ്ലിം സ്വാധീനം ഉണ്ടായിട്ട് പോലും കേരളത്തിൽ ഒരു കേസിനകത്ത് പിടിക്കപ്പെടുന്നവരാരാണ്? അത് നർക്കോട്ടിക്സിൻ്റെ കേസായാലും കൊള്ളാം, അടിപിടിയുടെ കേസായാലും കൊള്ളാം, ഗുണ്ടാ എലമെൻസിൻ്റെ കേസായാലും കൊള്ളാം, അല്ലെങ്കിൽ മറ്റുള്ള സാമ്പത്തിക തട്ടിപ്പിൻ്റെ കേസിലായാലും കൊള്ളാം, എല്ലാത്തിലും അറസ്റ്റ് ചെയ്യപ്പെടുന്ന മുസ്ലിങ്ങൾ തന്നെയാണ്. മുസ്ലിങ്ങൾ തന്നെ അറസ്റ്റ് ചെയ്യപ്പെടുന്നു. മുസ്ലിങ്ങൾ തന്നെ കേസിൽ കൊല ചെയ്യപ്പെടുന്നു. എന്താ കാരണം? എല്ലാ സ്ഥലത്തും അങ്ങനെയാണ്. മുസ്ലിം എന്ന് പറയുന്ന സമയത്ത് ഇസ്ലാമിക തീവ്രവാദത്തിൻ്റെ സവിശേഷത അവർ സ്വന്തം മതവിഭാഗങ്ങൾ തമ്മിലടിച്ച് കൊല്ലുകയാണ്. ഇപ്പം പാകിസ്ഥാനിൽ പരസ്പരം കൊല ചെയ്യപ്പെടുന്നു. പള്ളികളിൽ നടക്കുന്ന ബോംബ് സ്ഫോടനം എവിടെ നടക്കുന്ന കൂടുതൽ? ഇന്ത്യയിലാണോ? അല്ലല്ലോ. ഇന്ത്യയിൽ ബോംബ് സ്ഫോടനം പള്ളികളിൽ നടക്കുന്നില്ല. മറിച്ച് ബംഗ്ലാദേശിൽ നടക്കുന്നുണ്ട്, പാകിസ്ഥാനിൽ നടക്കുന്നുണ്ട്, അഫ്ഗാനിസ്ഥാനിൽ നടക്കുന്നുണ്ട്. അങ്ങനെ മുസ്ലിം ജനവിഭാഗങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് അവർ പലതരത്തിലാണ് പറയുക. ആദ്യം മുസ്ലിം ഖുർആൻ അടിസ്ഥാനപ്പെടുത്തിയിട്ട് അവർ പറയുന്ന പലപ്പോഴും അവർ കാഫിറുകളെ അവർക്ക് കൊല്ലാന്നുള്ളതാണ്. അവർക്ക് ജൂതന്മാരെ കിട്ടിയ കൊല്ലുന്നു, അവർ ക്രിസ്ത്യാനികളെ കിട്ടിയ കൊല്ലുന്നു, ക്രിസ്ത്യാനികളും മറ്റേ ജൂതന്മാരില്ലാത്തടത്ത് ഹിന്ദുക്കളെ കൊല്ലുന്നു. ഈ 3 പേരും ഇല്ലാത്തടത്ത് അവർ പരസ്പര സംഘർഷത്തിലാണ്. അവർ ജാതി അടിസ്ഥാനത്തിൽ സംഘർഷമാണ്. ഷിയകളും സുന്നികളും തമ്മിൽ സംഘർഷമാണ്. സുന്നികളും ഷിയകളും ചേർന്നിട്ട് അഹമ്മദിയരെ കൊലപ്പെടുത്തുന്നുണ്ട്. അത് കഴിഞ്ഞ് ബാക്കി എല്ലാവരും ചേർന്നിട്ട് മുജാഹിദുകളെ കൊലപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ മുസ്ലിം ജനവിഭാഗങ്ങളുള്ള പരസ്പര സംഘർഷം വ്യാപകമായിട്ടുള്ള രീതിയിൽ ലക്ഷക്കണക്കിന് വരുന്ന മുസ്ലിങ്ങളെ കൊലപ്പെടുത്തുന്നു എന്നുള്ളതൊരു ചരിത്ര വസ്തുതയാണ്. സാർ, ഇതിനകത്തുള്ള ഈ ഒരു വാർത്ത ഇപ്പോൾ മുഹമ്മദ് ഫറാസ് എന്ന് പറയുന്ന അതാണ് അവരുടെ മദ്രസ അധ്യാപകനാണ്. അയാളാണ് ഈ ട്രെയിനിങ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അയാളാണ് വ്യക്തമാക്കിയത്, ചാവേർ ആക്രമണം ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്നു. UP ഉൾപ്പെടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെയല്ലേ, അപ്പോൾ ആ ഒരു തെരഞ്ഞെടുപ്പുമായി അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടാണ് ഈ ഒരു ചാവേർ ആക്രമണം ഞങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോഴാണ് മധ്യപ്രദേശ് ആൻറ്റി ടെററിസം സ്ക്വാഡ് ഇവരെ ഭോപ്പാലിൽ നിന്ന് ഇയാളെ പിടികൂടുന്നത്. അപ്പോൾ ഈ ഒരു ടെലിഗ്രാം ഗ്രൂപ്പുകൾ, വാട്സപ്പ് ഗ്രൂപ്പുകൾ, ഇത് മധ്യപ്രദേശ്, UP, ബീഹാർ ഈ 3 ഇടങ്ങളിൽ നിന്നുള്ള സ്ക്വാഡ് ഒരുമിച്ച് ചേർന്നിട്ടാണ് ഇങ്ങനെ ഒരു ഓപ്പറേഷൻ ഇപ്പോൾ നടപ്പാക്കിയത്. ഇത് അവിടെ മാത്രമാണ് നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ഇവിടെയും ഇയാൾ ട്രെയിനിങ് കൊടുത്തിട്ടുണ്ടാവില്ലേ? അല്ല, സ്വാഭാവികമായിട്ടുണ്ടാവും. കാരണം അവർക്ക് ഏറ്റവും നല്ല വളക്കൂറുള്ള മണ്ണ് കേരളമാണ്. കേരളത്തിൽ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, പ്രത്യേകിച്ച് കേരളത്തിലെ ഭരണകക്ഷിയും പ്രതിപക്ഷവും. ഇപ്പം കേരളത്തിലെ ഭരണകക്ഷിയുടെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താ? ഹിന്ദുക്കൾ വർഗീയവാദികളാണ്. അതുകൊണ്ട് ഹിന്ദുക്കളെ നിയന്ത്രിക്കണം. RSSൻ്റെ പരിപാടി പങ്കെടുക്കുന്ന വൈസ് ചാൻസലർ മാപ്പ് പറയണം. മറിച്ച്
ഏതെങ്കിലും ഒരാൾ കോൺഗ്രസ് ചേരാൻ പോകുന്ന ആള് ഈ പറയുന്ന കേരളത്തിന് മുഖ്യമന്ത്രിയും ധൈര്യമുണ്ടെന്ന് പറയട്ടെ, കേരളത്തിന് ഹോം മിനിസ്റ്റർ ധൈര്യമുണ്ടെന്ന് പറയട്ടെ, ഇവർ ആദ്യം എവിടേക്കാണ് പോണത്? പാണക്കാട് പോകുന്നു. പാണക്കാട് തങ്ങളെ പോയി കണ്ടിട്ട് അയാളെ കണ്ട് സാഷ്ടാംഗം നമസ്കരിക്കുന്നു. അവിടെ ചെമ്പില് ബിരിയാണി എടുത്ത് കഴിക്കുകയാണ്. അതൊക്കെ കഴിച്ചിട്ട് വയറൊക്കെ മൃഷ്ടാന്ന ഭോജനം നടത്തിയിട്ട് അവിടുന്ന് അദ്ദേഹത്തിന്റെ പിന്തുണ നേടിക്കൊണ്ട് പാണക്കാട് തങ്ങളുടെ പിന്തുണ നേടാൻ വേണ്ടി പോകുന്ന ആളുകളാണ് കോൺഗ്രസിൽ മെമ്പർഷിപ്പ് എടുക്കുക. അല്ലാണ്ട് ഇവരാരും ഇന്ദിരാഭവനിലേക്ക് അല്ലല്ലോ ഇവരാരും പോകുന്നത്. എന്ന് വെച്ചാൽ കോൺഗ്രസ് എന്ന് പറയുന്നത് കേരളത്തിൽ ഇസ്ലാമിക തീവ്രവാദത്തിന്റെ ബി ടീമാണ് കോൺഗ്രസ്. എന്താ കാര്യത്തിൽ സംശയമുള്ളത്? കോൺഗ്രസിൽ വരുന്ന ആളുകൾക്ക് എവിടേക്ക് ആദ്യം പോകുന്നത്? കോൺഗ്രസ് പറയുന്ന മുസ്ലിം തീവ്രവാദികളെ സംരക്ഷിക്കുന്ന പ്രസ്ഥാനമാണ്. ഇപ്പൊ ജമാഅത്തെ ഇസ്ലാമിയുടെ ഇവർക്ക് അയിത്തമില്ലല്ലോ. ജമാഅത്തെ ഇസ്ലാമിയുടെ അയിത്തമില്ല. എന്താ കാരണം? ജമാഅത്തെ ഇസ്ലാമി പഴയ കാലത്ത് അങ്ങനെയായിരുന്നു, ഇപ്പൊ അങ്ങനെയൊന്നുമല്ല. അങ്ങനെ ഇവർ പറയുന്നത്. അങ്ങനെയാണോ? ജമാഅത്തെ ഇസ്ലാമി കൊലപ്പെടുത്തുന്ന ആരെയാണ്? അത് മുസ്ലിങ്ങളെയാണ്. മുസ്ലിങ്ങൾ പിന്നാക്ക സമുദായക്കാരെയാണ്. മുസ്ലിങ്ങളെ കൊലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമി. അത് കോൺഗ്രസിന് ഏറ്റവും പ്രിയപ്പെട്ട പ്രസ്ഥാനമാണ്. അങ്ങനെ കോൺഗ്രസിൽ ആരൊക്കെയാണ് പഴയ കാലത്ത് കമ്മ്യൂണിസ്റ്റുകാരൻ പിടിച്ചത്? PDP ആണ് പിടിച്ചത്. PDP എന്ന് പറഞ്ഞാൽ അബ്ദുൽ നാസർ മദനി തുടങ്ങിയുള്ള പ്രസ്ഥാനം. അയാളുടെ അവസ്ഥ എന്താണെന്ന് ആർക്കും അറിയാൻ വേണ്ടി പാടില്ല. അങ്ങനെ ഇസ്ലാമിക തീവ്രവാദത്തെ ഇരു കൈകളിലും ചേർത്ത് പിടിക്കുന്നത് കേരളത്തിലെ കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരുമാണ്. അവർ രണ്ടുപേരും കൈകോർത്ത് പിടിക്കുന്നതിൻ്റെ പേരിൽ കോൺഗ്രസ് ഇവര് മുസ്ലിമിന്റെ പോപ്പുലേഷൻ ഒരുപക്ഷെ 26% ആയിരിക്കാം. പക്ഷേ 26% 30% സ്വാധീനമോട് കേരളത്തിൽ അവർക്കുണ്ട്. ഈ സ്വാധീനം വെച്ചുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും പരമാവധി തീവ്രവാദ പ്രസ്ഥാനങ്ങളെ പിന്തുണയ്ക്കുന്നു എന്നുള്ളതൊരു വസ്തുതയാണ്. 2047 ഇവർക്ക് വലിയ സ്ഥാനം കേരളത്തിൽ കിട്ടുന്ന ഒരു പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം ഇതാണ്. കേരളത്തിലാണ് മറ്റു മുദ്രാവാക്യം വിളിക്കുന്നത്. എന്താ? കുന്തിരിക്കും അവലും മല്ലും കുന്തിരിക്കും കരുതിക്കോ. നിങ്ങളുടെ കാലം വരുന്നു എന്നാ പറയുന്നത്. ഏത് കാലം വരുന്നു എന്നാ ഇവർ പറയുന്നത്? ഈ പറയുന്ന ആളിൽ ശക്തമായി നേരിടാൻ കേരളത്തിലെ ഹിന്ദുക്കൾക്കറിയാം. ഏത് ഇസ്ലാമിക തീവ്രവാദമാണെങ്കിലും ആ തീവ്രവാദത്തെ പിടിച്ചു കെട്ടാനുള്ള കരുത്ത് കേരളത്തിലെ ഹൈന്ദവ പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ചുണ്ട്. അതിനീ പറയുന്ന ഇവർ കൂട്ടുപിടിക്കുന്ന ആരുടെയും പിന്തുണക്കാര്യത്തിൽ ആവശ്യമില്ല. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇവർ ഇത്തരം വലിയ പരിശ്രമം നടത്തിയിട്ടുണ്ട്. ഉത്തർപ്രദേശിൽ തെരഞ്ഞെടുപ്പിൽ വലിയ പരിശ്രമം നടത്താൻ വേണ്ടി പോകുന്നു. അതേപോലെ തന്നെ മധ്യപ്രദേശിൽ വേണമെങ്കിൽ നടത്താം. ഇങ്ങനെ ഏതെല്ലാം നടത്തിയാലും ഇതിനെയെല്ലാം അതിശക്തമായിട്ടുള്ള നേരിടാനായിട്ടുള്ള ഒരു കരുത്ത് ഇന്ത്യയിലെ ഹൈന്ദവ പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ചുണ്ട്. ഇവര് പറഞ്ഞു വെക്കുന്ന അനുസരിച്ചാണെങ്കിൽ 4 ചാവേർ ആക്രമണങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ 4 ചാവേർ ആക്രമണങ്ങൾ നടക്കുകയായിരുന്നുവെങ്കിൽ ഇന്ത്യക്ക് ഉണ്ടാകാൻ പോകുന്ന ഒരു ആഘാതം എന്തായിരിക്കും? ഇന്ത്യക്ക് അത്തരം ആഘാതം ഇല്ലാതെ കണ്ട് ചാവേർ ആക്രമണങ്ങളെ തടഞ്ഞു നിർത്താനുള്ള കരുത്തുണ്ട്. നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. 2013 വരേക്ക് ഇവിടെ മൻമോഹൻ സിംഗ് ആ നാട് ഭരിച്ചിരുന്നത്. 2014 വരേക്ക്. ആ സമയത്ത് ഇതൊക്കെ നടക്കും. ചാവേർ ആക്രമണം നടക്കും. ബോംബെയിൽ വലിയ സ്ഫോടനങ്ങൾ നടക്കും. ആയിരക്കണക്കിന് ആളുകൾ കൊല ചെയ്യപ്പെടും. പക്ഷെ മറിച്ച് അങ്ങനെയല്ല. മറിച്ച് ഇവിടെ ഇന്ന് ഭരിക്കുന്ന നരേന്ദ്രമോദിയാണ് നാട് ഭരിക്കുന്നത്. ഇന്ന് ഈ നാട്ടിൽ നടക്കില്ല. ഹൈന്ദവ പ്രസ്ഥാനങ്ങൾക്ക് സ്വാധീനമുണ്ട്. ഇന്നത് നടക്കില്ല. ഇന്ന് അവർക്ക് ആകെ പറയാവുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഗെഹ്ലോട്ടൊക്കെ പറഞ്ഞല്ലോ, എന്താ ഉത്തർപ്രദേശിൽ തെരഞ്ഞെടുപ്പ് വരുന്നു, മുസ്ലിങ്ങൾക്ക് BJP സീറ്റ് കൊടുത്തില്ല. മുസ്ലിങ്ങള് സാധാരണക്കാരായിരിക്കുന്ന മുസ്ലിങ്ങൾ BJPയിലേക്ക് പോകാൻ തയ്യാറാവുന്ന സമയത്ത് അതിനെ തടഞ്ഞു നിർത്തുന്ന കോൺഗ്രസ് ആണ്. അതിനെ തടഞ്ഞു നിർത്തുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. അതിനെ തടഞ്ഞു നിർത്തുന്ന രാഹുൽ ഗാന്ധിയാണ്. അതിനെ തടഞ്ഞു നിർത്തുന്ന അശോക് ഗെഹ്ലോട്ടാണ്. അല്ലെങ്കിൽ സാധാരണ മുസ്ലിങ്ങൾ BJPയിലേക്ക് പോട്ടെപ്പാ, BJPയിലേക്ക് പോകും. അപ്പൊ സ്വാഭാവികമായിട്ട് സീറ്റ് കിട്ടും. ഇത് ഇപ്പൊ മുസ്ലിങ്ങളെ ഞങ്ങൾ അങ്ങോട്ട് വിടുകയും ചെയ്യില്ല, അവർക്ക് സീറ്റ് കൊടുക്കുകയും ചെയ്യണം, അവർക്ക് തീവ്രവാദ പ്രസ്ഥാനം നടത്താനുള്ള അനുവാദം കൊടുക്കണം എന്നൊക്കെ ഏതെങ്കിലും ഗെഹ്ലോട്ടോ രാഹുൽ ഗാന്ധിയോ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ നേതാക്കന്മാരൊക്കെ പറഞ്ഞാൽ ഇതനുസരിക്കാനായിട്ട് ഇതെന്ത് വെള്ളരിക്കപ്പെട്ടണോ? കേരളത്തിൽ ഇന്ത്യയിലെ ഹിന്ദുക്കള് ഇത് അംഗീകരിക്കാൻ പോകുന്നില്ല. ഇതിനെ ചുമ്മാ തൂത്തെറിയാനുള്ള കരുത്ത് ഹൈന്ദവ ജനതയെ സംബന്ധിച്ചുണ്ട്. നമുക്കറിയാലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മറ്റേ ഇവര് ഈ പറയുന്ന ഇസ്ലാമിക തീവ്രവാദത്തെ ഏറ്റവും കൂടുതൽ പിന്തുണയ്ക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നത് നെഹ്റു കുടുംബമാണ്. സോണിയാഗാന്ധി അടക്കമുള്ള ആളുകളാണ്. രാഹുൽ ഗാന്ധിയാണ്. അവരെ പിന്തുണയ്ക്കുന്നവരാണ്. കോൺഗ്രസ് പ്രസ്ഥാനമാണ്. ഇന്നിപ്പോ കേരളത്തിൽ തന്നെ ഈ ഇലക്ഷനകത്ത് റിസൾട്ട് എന്താ വന്നേ? ഈ ഇലക്ഷൻ റിസൾട്ടിനകത്ത് തന്നെ കോൺഗ്രസിന് ഭൂരിപക്ഷം കിട്ടാൻ കാരണം ഇസ്ലാമിക തീവ്രവാദ പ്രസ്ഥാനങ്ങളെ കൈകോർത്ത് പിടിച്ചതിന്റെ പേരിൽ കിട്ടിയിട്ടുള്ള ഭൂരിപക്ഷമാണ്. ആ ഭൂരിപക്ഷം വെച്ചിട്ടാണ് ഈ നാട് നശിപ്പിക്കാനുള്ള പരിശ്രമം. ഈ നാടെങ്ങനെ നശിപ്പിക്കാൻ സാധ്യമല്ല. ഇവരെങ്ങനെ നാടിനെ നശിപ്പിക്കാൻ ശ്രമിച്ചാല് ഇവിടെയുള്ള ഈ നാടിന്റെ സുരക്ഷാ സംവിധാനങ്ങൾ പഴയ കൂട്ടല്ല, അതിശക്തമാണ്. അവർ ശക്തമായ രീതിയിൽ നേരിടും. ഈ പറയുന്ന മാതിരി ചാവേർ ആക്രമണം കൊണ്ടൊന്നും ഇതിനെ തടഞ്ഞു നിർത്താൻ ധരിച്ചാൽ ആ ചാവേറുകളെ പോലും
യഥാസമയത്ത് മുളയിൽ നുള്ളിക്കളയാനുള്ള കരുത്ത് ഇന്ന് നാട് ഭരിക്കുന്ന ആളുകളെ സംബന്ധിച്ചുണ്ട്. അവരാ നടപടി എടുക്കുക തന്നെയും. 2047 ഒരു ഇസ്ലാമികവൽക്കരണയോടെ ഇന്ത്യയിൽ വരില്ല, ഭാരതത്തിൽ വരില്ല, കേരളത്തിൽ വരില്ല, ഒരു സ്ഥലത്തും വരില്ല. അങ്ങനെ വന്നാൽ അത് തീവ്രവാദികൾ കടിയറ വയ്ക്കുന്ന രീതിയിലല്ല. സാധാരണ മുസ്ലിം ഇക്കാര്യത്തിൽ അവർക്ക് യാതൊരു പങ്കുമില്ല. സാധാരണ ക്രിസ്ത്യാനിക്ക് ഇക്കാര്യത്തിൽ പങ്കില്ല. സാധാരണ ഹിന്ദുവിന് ഇക്കാര്യത്തിൽ പങ്കില്ല. അതുകൊണ്ട് ഈ നാട് ഭരിക്കുന്നവർ തീരുമാനിക്കുന്നത് ഈ നാട് തീവ്രവാദികളുടെ കയ്യിൽ അകപ്പെടാൻ സമ്മതിക്കില്ല. അത് ഒരു കാരണവശാലും അംഗീകരിക്കില്ല. ഈ നാടിനെ രക്ഷിക്കാനുള്ള ധാർമ്മിക ബാധ്യത, ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന, മതേതരത്വത്തിൽ വിശ്വസിക്കുന്ന, ഈ നാടിൻ്റെ ദാർശനികതയിൽ വിശ്വസിക്കുന്ന ഒരു ഭരണകൂടത്തിന് അതിനകത്ത് കരുത്തുണ്ട്, ശേഷിയുണ്ട്, ശേമിഷിയുണ്ട്. അവരതിന് ശക്തമായ രീതിയിൽ നേരിടും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് 2047 ഒരു മാറ്റവും ഭാരതത്തിൽ വരാൻ വേണ്ടി പോകുന്നില്ല. ഇസ്ലാമിക തീവ്രവാദികളുടെ സ്ഥാനം, ഈ ഇപ്പോഴത്തെ സാക്കിർ നായിക്കിൻ്റെയൊക്കെ സ്ഥാനമില്ലേ, അയാൾക്ക് ഇന്ത്യയിൽ പോലും കിടക്കാൻ പറ്റില്ല. ആ തരത്തിൽപ്പെട്ട തീവ്രവാദികളെ മുളയിൽ തന്നെ നുള്ളിക്കളയാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ഭരണകൂടം തയ്യാറാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.